അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കള് അവര് ഒരല്പവും ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നത്. കാരണം 100% അല്ലെങ്കിൽ നമ്മൾ 110% അപ്രായോഗികവും വൈരുദ്ധ്യവുമാണ് ഇവരുടെ ആശയങ്ങൾ. അത് ഏതൊരു ആൾക്കും മനസ്സിലാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് സുന്നികളായ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്നിട്ടും ഇവരിങ്ങനെ നിലനിൽക്കുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. കാരണം ഏതൊരാൾക്കും ഇവരുടെ രീതിശാസ്ത്രം പ്രായോഗികമായിട്ട് കാണിച്ചു തരാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ 20-ലധികം വർഷമായിട്ട് അന്വേഷിച്ചിട്ട് എനിക്ക് ഇതെങ്ങനെയാണ് പ്രായോഗികമായി നടപ്പിലാക്കുക എന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. രണ്ടാമത്തത്, മുജാഹിദുകളാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുര്യോഗം, അവര് തന്നെ പഠിപ്പിക്കുക ഇന്നതൊക്കെ ശിർക്കാണ്, ഇന്നതൊക്കെ കുഫറാണ്, ഇന്നതൊക്കെ ബിദ്അത്താണ് എന്നൊക്കെ പഠിപ്പിക്കുക. എന്നിട്ട് അവര് ശിർക്കും കുഫറുമാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ ഇവിടെ പ്രചരിപ്പിച്ച പണ്ഡിതന്മാരെ പറ്റി ഇമാമിങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയും അവർക്ക് റഹ്മത്തുള്ളാഹി ചെല്ലുകയും അവരെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുക. ഇതിനേക്കാൾ വലിയൊരു ദുര്യോഗം ലോകത്ത് ഒരാൾക്കും വരാനില്ല. എന്റേത് സ്ക്രീന് ചലിക്കുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ഒരു ദുര്യോഗം അവർക്കുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അവരെ അത് ബോധ്യപ്പെടുത്താത്തത് എന്നുള്ളത് നമ്മുടെ കുറ്റമല്ലേ? കാരണം തെളിവടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ, പ്രമാണങ്ങൾ വെച്ച് സംസാരിക്കുമ്പോൾ, ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ആര് പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് ചിലപ്പോൾ പ്രയാസം വരും. കാരണം നാക്ക് നീട്ടമുള്ള ആളുകൾ ചിലപ്പോൾ അസത്യത്തെ സത്യമായി സംസാരിക്കുമ്പോൾ അതിൽ സാധാരണക്കാരായ ആൾക്കാർ ചിലപ്പോഴൊക്കെ പെട്ടുപോകും. പക്ഷേ ഈ 100% അപ്രായോഗികമായ ഈ ഒരു വിഷയം നമ്മൾക്ക് വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം. ഇപ്പൊ ഞാൻ ഈ അപ്രായോഗികമാണ്, അതുപോലെ മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമാണെന്ന് ഒരു നാവ് കൊണ്ട് പറയുന്നതോടൊപ്പം, അല്ലെങ്കിൽ ലിസാനുൽ ഹാല് കൊണ്ട് പറയുന്നതോടൊപ്പം, നാവ് കൊണ്ട് അവരെ റഹ്മത്തുള്ളാഹി ചെല്ലുകയും അവരെ ഇമാമാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ലിസാനുൽ ഹാല് കൊണ്ട് മുശ്രിക്കാക്കുക, ലിസാനുൽ ഖാല് കൊണ്ട് മഹാനാക്കുക എന്നുള്ള ഒരു വല്ലാത്ത വൈകൃതം, വല്ലാത്തൊരു വൈരുദ്ധ്യം, വല്ലാത്തൊരു വിവരക്കേട് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനു പുറമെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇവരുടെ തെറ്റിദ്ധരിപ്പിക്കൽ വളരെ വലുതാണ്. ഇവർ, ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളാണ് ഷാഫിഈ മദ്ഹബുകാർ എന്ന് പറയും. നന്നായിട്ട് ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. ഞങ്ങളാണ് ഷാഫിഈ മദ്ഹബുകാർ, ഞങ്ങളാണ് ഇമാം ഷാഫിഈ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എന്ന് പറയും. എല്ലാവരും കേൾക്കാറുണ്ടാവും. എന്നിട്ട് പറയും, എന്താണ് ഷാഫിഈ മദ്ഹബ്? എന്താണ്? ഷാഫിഈ ഇമാമു പറഞ്ഞു, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സ്വഹിയായാൽ അതാണ് എന്റെ മദ്ഹബ്. വത്റുകു കലാമി, അതുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾ തള്ളിക്കളയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവർ പറയാറുള്ളത്. അവിടെ ഭീമമായ ഒരു അബദ്ധത്തിലാണ് അവർ പെട്ടത്. ഞാൻ ആ വിഷയം പഠിക്കാൻ വേണ്ടി, നിഷ്പക്ഷമായി പഠിക്കാൻ വേണ്ടി കുറെ കാലം
അധ്വാനിച്ച അല്ലെങ്കിൽ അന്വേഷിച്ച ഒരാളാണ്. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒട്ടനവധി വഴികളിലൂടെ അത് പ്രസിദ്ധമായതാണ്. അപ്പോൾ നമ്മൾ ഒരാളുടെ വാചകം എങ്ങനെ വിലയിരുത്തണം? ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, എന്റെ അഥവാ ഹദീസു സഹിയായാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് എല്ലാവരോടുമാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മതപരമായ വിഷയങ്ങൾ പറയാൻ ഒരുപാട് നിബന്ധനകൾ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വെച്ചിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ എന്നല്ല, ലോകത്തുള്ള മുഴുവൻ ഇമാമിങ്ങളും ഇജ്മാ ആയ ഒരു നിയമമുണ്ട്. വിവരമില്ലാത്തവൻ മതം പറയൽ ഹറാമാണ്. ലോകത്തുള്ള മുഴുവൻ ഇമാമിങ്ങളും ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു അബ്ദുൽ വഹാബ്, ഷൗക്കാനി അടക്കമുള്ള മുജാഹിദുകൾ അംഗീകരിക്കുന്ന നേതാക്കളും ലോകത്തുള്ള എല്ലാ ബുദ്ധിമാന്മാരും ഇജ്മാ ആയ ഒരു വിഷയമുണ്ട്. വിവരമില്ലാത്തവർ മതം പറയാൻ പാടില്ല, അത് കടുത്ത ഹറാമാണ്. അങ്ങനെ പറഞ്ഞിട്ട് അത് ശരിയായാൽ പോലും അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. അതോടൊപ്പം ഷാഫി ഇമാമിന്റെ ഓരോ വിഷയങ്ങളും, ഈ വിഷയം തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, കട്ടില്ലാതെ കിട്ടിയാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും. അവിടെ നമ്മൾ വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് ആ ഒരു കഷ്ണം മാത്രം എടുത്ത് ഇവരിങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. പലരും ദുർവ്യാഖ്യാനം ചെയ്യുന്നതല്ല, പല കഷ്ണം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ റിസാല, അതുപോലെ കിതാബ് ജിമാഉൽ ഇൽം, കിതാബ് ഇബ്താലുൽ ഇസ്തിഹ്സാൻ, ഇങ്ങനെയുള്ള ഷാഫി ഇമാമിന്റെ രചനകളെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി. യഥാർത്ഥത്തിൽ കിതാബ് റിസാല ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു കിതാബാണ്. വളരെ ബുദ്ധിപരമായും ആധികാരികമായും പ്രാമാണികമായും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഷാഫി ഇമാമിന്റെ ആ മഹത്വത്തെപ്പറ്റി നമ്മൾ വല്ലാതെ ചിന്തിച്ചു പോകും. ഈ കിതാബ് റിസാലയെ പറ്റി ഇമാം മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, ഞാൻ 500 പ്രാവശ്യമെന്നോ അല്ലെങ്കിൽ വർഷങ്ങളോളമെന്നോ രണ്ട് റിപ്പോർട്ടുകളുണ്ട് ഞാൻ റിസാല പാരായണം ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും വല്ലാത്ത വിജ്ഞാനങ്ങളാണ്, വല്ലാത്ത പോയിന്റുകളാണ് എനിക്കതിൽ നിന്ന് ലഭിച്ചിരുന്നത് എന്ന് പറഞ്ഞ ആ കിതാബ് റിസാല ഞാൻ പല പ്രാവശ്യം, ഒരുപാട് പ്രാവശ്യം റിസാല ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വിഷയം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്യുകയാണ്. ഫഅല കുല്ലി മുസ്ലിമിൻ അൻ യതഅല്ലമ മിൻ ലിസാനിൽ അറബ് മാ ബലഅഹു ജഹദുഹു. എല്ലാ മുസ്ലിമീങ്ങൾക്കും അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. അയാള് പരമാവധി പരിശ്രമിച്ചുകൊണ്ട് അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ഗവേഷണം ചെയ്യലും നിർബന്ധമാകുമെന്നാണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അതുകൊണ്ട് അടുത്ത വാചകം കേട്ടോളൂ. ഏതുവരെ പഠിക്കലാണ് നിർബന്ധം? ഹത്താ യശ്ഹദ ബിഹി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഏതുവരെ ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് പറയാനുള്ള അത്രയും അറബി ഭാഷ പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. വയത്ലൂ ബിഹി കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യാൻ നിർബന്ധമായ ഭാഗങ്ങളുണ്ടല്ലോ, ഫാത്തിഹ പോലെ. ഇങ്ങനെ പാരായണം ചെയ്യാൻ പഠിക്കലും അത്ര അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. വയൻതുഖ ബിദ്ദിക്രി ഫീ മുഫ്തരിദ അലൈഹി മിനത്ത് തക്ബീരി വഉമിറ ബിഹി മിനത്ത് തസ്ബീഹി വത്തശഹ്ഹുദി വഗൈരി ദാലിക. അതുപോലെ നിർബന്ധമായ തക്ബീർ, അതുപോലെ തസ്ബീഹുകൾ, അതുപോലെ അത്തഹിയാത്ത് പോലെ നിർബന്ധമായ ദിക്റുകൾ നാവ് കൊണ്ട് പറയാൻ അത്രയും അറബി ഭാഷ പഠിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അപ്പോ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു
എല്ലാവരും ഖുർആനും ഹദീസും നോക്കണമെന്നും എന്റെ വാക്കുകൾ ഹദീസിനോട് എതിരാവുന്നുണ്ടെങ്കിൽ തള്ളിക്കളയണമെന്നും പൊതുവായിട്ട് പറഞ്ഞതാണെങ്കിൽ ഇത് തമ്മിൽ ടാലി ആവൂല, യോജിക്കൂല. കാരണം ഇവിടെ പറയുന്നത് എന്താ, ഒരാൾക്ക് നിർബന്ധം ഷഹാദത്ത് കലിമ ചൊല്ലാനും ഫാത്തിഹ പോലെ നിർബന്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ അതിന്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള അറിവല്ല, പാരായണം ചെയ്യാനുള്ള അറിവും, അതുപോലെ അത്തഹിയാത്ത് പോലുള്ള നിർബന്ധ ദിക്റുകൾ, തക്ബീറത്തുൽ ഇഹ്റാം അതുപോലുള്ള നിർബന്ധ ദിക്റുകളും നാവ് കൊണ്ട് മൊഴിയാൻ പഠിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അതിന്റെ അർത്ഥം എന്താ? എന്നിട്ട് പറയാണ്, വമസ്ദാദ മിനൽ ഇൽമി ബിൽ ലിസാനിൽ ലദീ ജഅലഹു അല്ലാഹു ജല്ല സനാഉഹു ലിസാന മൻ ഖതമ ബിഹി നുബുവതഹു വഅൻസല ബിഹി ആഖിറ കുതുബിഹി വകാന ഖൈറൻ ലഹു. അതിനേക്കാൾ കൂടുതൽ ഈ മഹത്തായ ഭാഷ, ഖുർആൻ ഇറങ്ങിയ ഭാഷ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ഭാഷ, അത് പഠിക്കൽ നല്ലതാണ്, അഥവാ പുണ്യമാണ്, നിർബന്ധമില്ല. അപ്പോ നിർബന്ധം ഇല്ലെങ്കിൽ പുണ്യമായ ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കൂലല്ലോ, നിർബന്ധമാണല്ലോ. ഈ നിർബന്ധമായ കൽപ്പന അതിലില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഓരോരുത്തർക്കും ഒരു ഗവേഷണ പാഠവത്തിലേക്ക് വരൽ നിർബന്ധമില്ല, അത് പുണ്യമാണ്. എന്റെ സ്ക്രീന് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, എന്നിട്ട് പറയാണ് കമാ അലൈഹി യതഅല്ലമ സ്വലാത്ത വദ്ദിക്രി ഫീഹാ. അതെ, അൽവാഫി ഉസ്താദ് ഇട്ടിട്ടുണ്ട്. അപ്പോ ആ ഇബാറത്ത് കമാ അലൈഹി അൻ യതഅല്ലമ സ്വലാത്ത വദ്ദിക്ര ഫീഹാ, ദിക്റും സ്വലാത്തുകളും ഒക്കെ അത്തരം വിഷയങ്ങളൊക്കെ പഠിക്കല് നിർബന്ധമാണ്, അല്ല സുന്നത്താണ്. അപ്പോൾ ആകെ പഠിക്കൽ നിർബന്ധമായ അറബി ഭാഷാ പരിജ്ഞാനം എന്താണ്? ഈ ഖുർആന് ഓതാനും അതുപോലെ ഷഹാദത്ത് കലിമ ചൊല്ലാനും ഉച്ചരിക്കാനും അതുപോലെ ദിക്റുകൾ ചൊല്ലാനും ഒക്കെയാണ്. എന്നിട്ട് അവിടുന്ന് ലാസ്റ്റ് ആ അധ്യായത്തിന്റെ അവസാനം പറയാണ്, വമൻ തകല്ലഫ മാ ജഹില വമാലം തുസ്ബിതുഹു മഅരിഫതുഹു. ഒരാൾ ഏറ്റെടുത്തു, അയാൾക്ക് വിവരമില്ലാത്ത ഒന്നിനെ, അതുപോലെ അറിവ് സ്ഥിരപ്പെടാത്ത ഒന്നിനെ ഏറ്റെടുത്തു, അഥവാ വിവരമില്ലാത്ത ഒരു വിഷയം ഒരാൾ ഏറ്റെടുത്തു, പറയാൻ ഏറ്റെടുത്തു. കാനത്ത് മുവാഫിഖതുഹു ലിസ്വവാബ്, അത് സത്യത്തോട് യോജിക്കുകയും ചെയ്തു. എങ്ങനെ യോജിച്ചു? വിവരമില്ലാതെ മതം പറഞ്ഞിട്ട് യോജിച്ചാൽ പോലും, സത്യമായി വന്നാൽ പോലും അത് ഒരിക്കലും അത് പ്രശംസനീയമായ കാര്യമല്ല. വകാന ബി ഖതഇഹി ഗൈറ മഅദൂരിൻ, അവർക്ക് വരുന്ന പിഴവ് ഒരിക്കലും പൊറുക്കപ്പെടുന്നതുമല്ല. അപ്പൊ ഞാൻ എന്തിനാണിത് വായിച്ചത്? കിതാബ് റിസാലയിൽ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് അറബി ഭാഷയിൽ ഒരു മനുഷ്യന് പഠിക്കൽ നിർബന്ധമായത് എന്ത് എന്നാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളോട് പറയാണ്, നമ്മൾ പ്രിയപ്പെട്ട മുജാഹിദുകളോട്, തെറ്റിദ്ധരിച്ചു പോയവരോട്, അവരോട് ചോദിക്കണം, ഒരു മനുഷ്യൻ പഠിക്കേണ്ട അറബി ഭാഷാ പരിജ്ഞാനം നിർബന്ധമായി ഫർള് ഐനായ അറബി ഭാഷ പരിജ്ഞാനം എത്ര എന്ന് ചോദിക്കണം. അപ്പോ അവര് പറയാണെന്ന് വെച്ചോ, ഖുർആനും ഹദീസും അതിന്റെ ഭാഷ പഠിച്ച് മനസ്സിലാക്കി ഗവേഷണം ചെയ്യാനുള്ള യോഗ്യത എത്തിക്കലാണെന്ന് പറഞ്ഞാൽ അവരോട് തന്നെ ചോദിക്കാം, നിങ്ങൾക്ക് അതിന് കഴിയൂല എന്ന് പറഞ്ഞാൽ അവരോട് പറയാം, നിങ്ങൾ ബാക്കി ഫർദ് അതിനായ കാര്യം വിട്ടിട്ട് ഫർദ് കിഫായക്കും സുന്നത്തായ കാര്യത്തിനും ഇറങ്ങല്ല, പോയി പഠിക്കുന്നു പറയണം. ഇനി അതിനവർക്ക് അവര് പറയാണ് അങ്ങനെ പഠിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കണം, പിന്നെങ്ങനെയാണ് പ്രമാണങ്ങൾ പരിശോധിക്കുക? ഞാൻ പറഞ്ഞൊന്നുകൂടി ആവർത്തിക്കുകയാണ്, പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ അവരോട് ചോദിക്കേണ്ട, അഥവാ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിക്കേണ്ട ചോദ്യം, ഒരാൾക്ക്, നമ്മൾക്കിപ്പോ ഒരു മുസ്ലിമിന് നിർബന്ധമായ പല കാര്യങ്ങളുമുണ്ട്. 5 നേരം നിസ്കരിക്കണം, അതിനിപ്പം ആലിമാകുക അല്ലാത്തതാകാന്നൊന്നും വ്യത്യാസമില്ല. അതുപോലെ ഫർള് ഐനായ കാര്യത്തിൽ പെടുന്ന അറബി ഭാഷ പരിജ്ഞാനം എത്ര, അത് ലബുത്താക്കി കൃത്യമാക്കി പറയാൻ അവരോട് ആവശ്യപ്പെടുക. അപ്പോൾ അവരൊന്നുകിൽ പറയണം,
ഗവേഷണത്തിന് യോഗ്യത എത്തുന്ന രൂപത്തിൽ അറബി ഭാഷ പഠിക്കണം എന്ന്. അതിനെപ്പറ്റി ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്. അറബി ഭാഷ അതിന്റെ ഹക്കനുസരിച്ച് അതിന്റെ ഇതനുസരിച്ച് പഠിക്കാൻ ഇല്ലൽ അംബിയായി അംബിയാക്കൾക്കല്ലാതെ കഴിയൂല, നുബുവത്തിന്റെ പ്രഭയില്ലാതെ കഴിയൂല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അതിന്റെ ഇഹാത്തത്ത് അറബി ഭാഷയിൽ ഷാഫി ഇമാമിന്റെ ഒക്കെ പരിജ്ഞാനം വളരെ വളരെ അത്ഭുതകരമായതാണെന്ന് ഇമാം അസ്മാഇ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഭാഷാ പണ്ഡിതന്മാരുടെ സാക്ഷ്യമുള്ളതാണ്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ അറബി ഭാഷയിൽ പഠിക്കൽ നിർബന്ധമായ ഭാഗം ഈ ഇത്ര ഷാഫി ഇമാം പറഞ്ഞ അത്രയുമാണെങ്കിൽ പിന്നെ അവരോട് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഖുർആനും ഹദീസും നോക്കണം, അതിനോട് തട്ടിച്ചു നോക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവൂല. അപ്പൊ ആ വിഷയത്തിൽ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കള് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ആ വിഷയം ചോദിക്കണം എന്ന് മാത്രമല്ല, ഇവിടെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു അധ്യായം തന്നെ ഈ കിതാബ് റിസാലയിൽ കൊടുത്തിട്ടുണ്ട്. 150-ാമത്തെ പേജിൽ എൻ്റെ കയ്യിലുള്ള റിസാലയിൽ കൊടുത്തിട്ടുണ്ട്. ബാബുൽ ഇൽം, ഇൽമിനെ പറ്റി പറയുന്ന അധ്യായം. ഞാനിത് പറയുന്നത് ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആരോടാണ് ഗവേഷണം ചെയ്യാൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇത് പറയുന്നത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ റിസാലയിൽ ബാബുൽ ഇൽമിൽ കാണാം, ഖാല ഷാഫിഈ, ഷാഫി ഇമാം പറഞ്ഞു, ഫഖാല ലി ഖായിലുൻ മൽ ഇൽമു വമാ യജിബു അലന്നാസി ഫിൽ ഇൽം, എന്താണ് ഇൽമ്, എത്രയാണ് ഇൽമിൽ നിന്ന് മനുഷ്യന്മാർക്ക് നിർബന്ധമാകുന്നത് എന്ന് ചോദിച്ചാൽ, ഫഖുൽതു ലഹു, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, അൽ ഇൽമു ഇൽമാനി, ഇൽമ് രണ്ടെണ്ണുണ്ട്. ഇൽമു ആമ്മത്തിൻ, എല്ലാവർക്കും ആവശ്യമായ ഇൽമ്, ലാ യസഉ ബാലിയൻ ഗൈറ മഅലൂബിൻ അലാ അഖ്ലിഹി ജഹ്ലുഹു, ഈ ബുദ്ധിഭ്രമം സംഭവിക്കാത്ത അഥവാ ബുദ്ധി സ്ഥിരതയുള്ള എല്ലാ ബാലി ആയ അഥവാ ഈ പ്രായപൂർത്തിയായ എല്ലാവർക്കും നിർബന്ധമായ ഒരു വിജ്ഞാനം. ഇസ്ലാമിൽ നിർബന്ധമായ വിജ്ഞാനത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോ അദ്ദേഹം ചോദിച്ചു, ഷാഫി ഇമാം ഒരു ചർച്ചാ ശൈലിയിലാണ്, റബീബ് റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ഒരു ചർച്ച രൂപത്തിലാണ് കിതാബ് റിസാല ഉള്ളത്. ആ കിതാബ് റിസാലയിൽ ഒരുപാട് ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പോ അദ്ദേഹം ചോദിച്ചു, വമിസ്ലു മാദാ, അതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഖുൽതു, അപ്പോ ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ പറഞ്ഞു, മിസ്ലു അന്ന സ്വലവാതി ഖംസുൻ, നിസ്കാരം 5 വക്താണെന്ന് എല്ലാ മുസ്ലിമും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ നിർബന്ധമായ ഒരു മുസ്ലിം ആവാൻ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, കുറ്റക്കാരനാവാതിരിക്കാൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം, വ അന്നല്ലാഹു തആല ഫറള അലന്നാസി സൗമ ശഹരി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് നോക്കൽ അല്ലാഹു ജനങ്ങൾക്ക് മേൽ ഫർളാക്കി എന്നറിയണം. ഹജ്ജൽ ബൈത്തി ഇദസ്തതാഉ ഇലൈഹി സബീല, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യണം എന്നുള്ള ഇൽമ് ഉണ്ടാവണം. വസകാതൻ ഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിനനുസരിച്ച് സക്കാത്ത് കൊടുക്കണം എന്നും അവർ അറിയണം. വഅന്നഹു ഹറമ അലൈഹിമുസ് സിന, നിശ്ചയം അല്ലാഹു ജനങ്ങളെ തൊട്ട് വ്യഭിചാരത്തെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് അറിയൽ എല്ലാവർക്കും നിർബന്ധമാണ്. വൽ ഖത്ൽ, കൊലപാതകം ഹറാമാണെന്ന് അല്ലാഹു ഹറാമാക്കിയതാണെന്ന് അറിയൽ നിർബന്ധമാണ്. അതുപോലെ കളവ് ഹറാമാക്കിയെന്ന് അറിയേണ്ടതാണ്. വൽ ഖംർ, അതുപോലെ ഇട്ടിട്ടുണ്ട്, ഈ കള്ളുകുടി ഹറാമാക്കിയിട്ടുണ്ടെന്ന് അറിയേണ്ടതാണ്. വമാ കാന ഫീ മഅനാ ഹാദാ മിമ്മ കുല്ലിഫ അൽ ഇബാദു അൻ യഖ്തലൂഹു വയഅമലൂഹു വയഉതൂഹു മിൻ അൻഫുസിഹിം വഅംവാലിഹിം അൻ യഖഫു അൻഹു മാ ഹറമ അലൈഹി മിൻഹു, അഥവാ അതൊക്കെ നിർബന്ധമായിട്ടും അവർ അറിയുകയും അതൊക്കെ ചെയ്യുകയും അതിൽ നിന്ന് ഹറാമായതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുകയും വേണം. ഈ ഇൽമ് എല്ലാവർക്കും നിർബന്ധമാണ്. എന്നിട്ട് പറയാ, ഷാഫി ഇമാം പറയാൻ, ഖാല ഷാഫി ഇമാം തുടരുകയാണ്, വഹാദ സിൻഫു മിനൽ ഇൽമി
കുല്ലുഹു മൗജൂദുൻ നസ്സൻ ഫീ കിതാബില്ലാഹി ജല്ല സനാഉഹു. ഈ ഇൽമുകൾ ഖുർആനിൽ വ്യക്തമായിട്ടുള്ളതായിരിക്കും. അതുപോലെ വമൗജൂദുൻ അമ്മൻ ഇൻദ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മുഴുവൻ ആളുകൾക്കും അഥവാ മുഴുവൻ മുസ്ലിമീങ്ങളിലും അത് മൗജൂദായിരിക്കും, ഉണ്ടായിരിക്കും. യൻഖുലുഹു അവാമുഹും അമ്മൻ മലാബിഹി മിൻ അവാമിഹിം. അതെങ്ങനെ കൈമാറ്റം ചെയ്യും? ഇവിടെയാണ് എന്റെ പോയിന്റ്. അതെങ്ങനെ കൈമാറ്റം ചെയ്യും? നിർബന്ധമായ ഓരോ മുസ്ലിമും അനുഷ്ഠിക്കൽ നിർബന്ധമായ, വിശ്വസിക്കൽ നിർബന്ധമായ വിശ്വാസകാര്യത്തെ പറ്റി ഇതിൽ ചർച്ചയില്ലെങ്കിലും ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ മദ്ഖൽ ഇലാ സുനനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ ഇത് ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അവിടെ വിശ്വാസ കാര്യങ്ങളിലും നിർബന്ധമായ കാര്യങ്ങളുണ്ട്. അത് ഇവിടെ കർമ്മപരമായ ചർച്ചയായതുകൊണ്ടാണ് ഈ കർമ്മപരമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസപരമായും കർമ്മപരമായും ഒരു മുസ്ലിം അനിവാര്യമായി അറിയേണ്ട എല്ലാ വിഷയങ്ങളും എങ്ങനെയുണ്ട് എന്ന് പറയുന്നത് യൻഖുലുഹു അവാമുഹും അമ്മൻ മലാമിൻ അവാമിഹിം. എല്ലാ മുൻ തലമുറയിൽ നിന്ന് പിൻതലമുറയിലേക്ക് അങ്ങനെ തന്നെ കൈമാറ്റം ചെയ്യപ്പെടും. യഹ്കൂനഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയിൽ നിന്ന് ഹികായത്ത് ചെയ്യപ്പെടും, ഉദ്ധരിക്കപ്പെടും. വലാ യതനാസഉന ഫീ ഹികായതിഹി വലാ വുജൂബിഹി അലൈഹിം. അവിടെ ഉദ്ധരിക്കപ്പെട്ടതിൽ ചർച്ചയുണ്ടാവില്ല, സംശയമുണ്ടാവില്ല. അതുപോലെ ഒരാൾ സ്വഹീഹാക്കുക, ഒരാൾ ദഈഫാക്കുക, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയുന്ന രൂപത്തിൽ അത് വ്യാപകമായിരിക്കും. വഹാദൽ ഇൽമു ആമുൽ ലദീ ലാ യുംകിനു ഫീഹിൽ ഗലത്തു മിനൽ ഖബർ. ഈ ഇൽമിൽ ഈ ഒരു നിലക്കും ഖബറിൽ അഥവാ ഹദീസിൽ അബദ്ധം പറ്റൂല. വലത്തഅ്വീലു, വ്യാഖ്യാനത്തിൽ അബദ്ധം പറ്റൂല. വലാ യജൂസു ഫീഹി തനാസു, ഇത്തരം വിഷയത്തിൽ തർക്കിക്കാനും പാടില്ല. അപ്പൊ ഈ വിഷയമാണ് ഒരു നിലക്കും എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമായതെന്ന് ഷാഫി ഇമാമ് പറയുമ്പോൾ ഈ ഇൽമു കൊണ്ട് എങ്ങനെയാണ് ഗവേഷണം ചെയ്യാൻ ഷാഫി ഇമാമ് പറയുക? എല്ലാവരോടും ഗവേഷണം ചെയ്ത് ഖുർആനും ഹദീസും നോക്കി പ്രമാണം കണ്ടെത്താൻ, അതുപോലെ ഓരോന്നിന്റെയും തെളിവുകൾ കണ്ടെത്തണമെന്ന് ഷാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്കും അതും എങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയും? അതുകൊണ്ട് ആരോടാണ് പറഞ്ഞതെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരും. അതൊക്കെ വ്യക്തമായിട്ട് ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാരും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരും എന്നല്ല, മാലിക്കി മദ്ഹബിലെ പോലും പണ്ഡിതന്മാർ എന്നല്ല, ഹനഫി മദ്ഹബിലെ പോലും പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് എന്നതും ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. എന്നിട്ട് ചോദിക്കാണ് കാല, അപ്പൊ അദ്ദേഹം ചോദിച്ചു ഫമൽ വജ്ഹു സാനി, രണ്ടാമത്തത് എന്താണ്? അതാണ് രണ്ടാമത്തെ ഇൽമിനെ പറ്റി നന്നായി ശ്രദ്ധിക്കുക. കാല ഖുൽതു ലഹു, ഷാഫി ഇമാം പറഞ്ഞു, മായനൂബുൽ ഇബാദ മിൻ ഫുറൂഇൽ ഫറായിൽ, ഫറായിലിന്റെ വിഷയങ്ങളിലുള്ള അല്ലെങ്കിൽ എന്താണ് ഈ ഫുറൂഇയായ ശാഖാപരമായ ഈ ഫറായിലിന്റെ വിഷയങ്ങൾ പോലെയുള്ള സ്വത്തവകാശത്തിന്റെ വിഷയം പോലുള്ള വിഷയങ്ങൾ, അതുപോലെ വമാ യഖസ്സു ബിഹി മിനൽ അഹ്കാമി വഗൈരിഹാ മിമ്മാ ലൈസ ഫീഹി നസ്സു കിതാബിൻ, ഖുർആനിലും ഹദീസിലും വലാ ഫീ അക്സരി നസ്സു സുന്നത്തിൻ വഇൻ കാനത് ഫീ ഷൈഇൻ മിൻഹു സുന്നതൻ ഫഇന്നമാ ഹിയ മിൻ അഖ്ബാരിൽ ഖാസ്വ. അത് സ്ഥിരമായി തർക്കമില്ലാതെ സ്ഥിരപ്പെട്ട സുന്നത്തിലും ഖുർആനിലും വ്യക്തമായിട്ടുണ്ടാവാത്തതും ഉണ്ടെങ്കിൽ തന്നെ ഈ ഖബർ വാഹിദിൽ, ഖബർ ഖാസ എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം ഖബർ വാഹിദാണ് ഉദ്ദേശിക്കുന്നത്. ലാ മിൻ അഖ്ബാരിൽ ആമ്മ, എല്ലാവരിലും ലഭിച്ച എല്ലാവർക്കും അറിയുന്ന സുന്നത്തിൽ അതുണ്ടാവൂല. വമാ കാന മിൻഹു യഹ്തമിലു തഅവീല വയസ്തദ്റഖു ഖിയാസൻ, അതുപോലെ പല വിഷയങ്ങളിലും എന്തുണ്ട്? വ്യാഖ്യാനത്തിന് പഴുതുണ്ടാകും, അതുപോലെ ഖിയാസിന് വകുപ്പുണ്ടാകും. അത്തരം വിഷയങ്ങളാകുമ്പോൾ അതിലും അത് എല്ലാവരും അതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ചിലർക്ക് മാത്രം ബാധകമാണ്. അത് ഫർദ് കിഫായ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറയാണ് അങ്ങനെ അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ് ഖാല ഷാഫിയു ലഹു, ഖാല ഷാഫിയു ഫഖുൽതു ലഹു, ഞാൻ അവരോട് പറഞ്ഞു ഹാദിഹി, അതിന്റെ തെളിവ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹാദിഹി ദറജത്തും മിനൽ ഇൽമി ലൈസ യബ്ലുഉഹൽ അമ്മ, ആ ഇൽമ് ഒരിക്കലും സാധാരണക്കാര് അവിടത്തേക്ക് എത്തൂല. ആ
വിഷയത്തിലേക്ക് എത്തൂല. അടുത്ത വാചകം ശ്രദ്ധിക്കുക. വലം യുകല്ലിഫുഹാ കുല്ലു ഹാസ്വത്തിൻ, എല്ലാ പ്രത്യേകക്കാരോടും പോലും അത് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അഥവാ എല്ലാ ആലിമീങ്ങളോട് പോലും, പണ്ഡിതന്മാരിലോട് പോലും, അതിനുള്ള ദർജയുള്ളവരോട് പോലും അത് കൽപ്പിക്കപ്പെട്ടില്ല. വമൻ ഇഹ്തമല ബുലൂഅഹാ മിനൽ ഖാസ്വത്തി ഫലാ യസ്ഉഹും കുല്ലഹും കാഫത്തിൻ അൻ യുഅത്തിലുഹാ, എന്നാൽ കഴിവുള്ള എല്ലാവരും അതിൽ നിന്ന് പിന്തിരിയലും അതിനെ പാഴാക്കി കളയലും ഒരിക്കലും അനുവദനീയമല്ല. വൈദാ ഖാമ ബിഹാ മിൻ ഹാസ്വതിഹിം മൻ ഫീഹിൽ കിഫായ, ഒരു കിഫായ എന്ന നിലക്ക്, ഫർദ് കിഫായ എന്ന നിലക്ക് ഏറ്റെടുത്താൽ ലം യഹ്റുജു ഗൈറുഹു മിമ്മൻ തറകഹ, അത് ഒഴിവാക്കിയവരെ തൊട്ടത് അഥവാ അതിൽ ചിലർ ഒഴിവാക്കിയാൽ അവർക്ക് കുറ്റം വരൂല. അഥവാ അതിന്റെ വിഷയം എന്താന്ന് വെച്ചാൽ ചുരുക്കത്തിൽ അത് ഫർദ് കിഫായയാണ്. എന്നിട്ട് ഈ അധ്യായത്തിന്റെ അവസാനം അതിന്റെ തെളിവ് പറയാണ്. എന്താണ് അതിന്റെ തെളിവ്? തെളിവ് ഇങ്ങനെ പറഞ്ഞിട്ട് പല തെളിവുകളും പറഞ്ഞിട്ട് പറയാണ്. അവസാനത്തെ പാരഗ്രാഫ് വളരെ ശ്രദ്ധേയമാണ്. വലം യസലിൽ മുസ്ലിമൂന അലാമാ വസഫ്തു, ഞാൻ ഇവിടെ ഈ വിവരിച്ചതുപോലെ ആ വിഷയത്തിൽ നിന്ന്, അത്തരം അവസ്ഥയിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഒരിക്കലും ഒഴിവായിട്ടില്ല. എങ്ങനെ? എന്തിൽ നിന്ന്? കുറച്ചാൾക്കാർക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ട ഇൽമു കൊണ്ട് അവർ ജോലിയാവുകയും സാധാരണക്കാര് അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് ഒരിക്കലും ഒഴിവായിട്ടില്ല. മുൻദു ബഅസല്ലാഹു ജല്ല സനാഉഹു നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയാക്കി പ്രബോധനത്തിന് അയച്ചതിന് ശേഷം ഫീമാ ബലഅനാ ഇലൽ യൗം, എനിക്ക് അറിയുന്നിടത്തോളം ഈ കാലത്തോളം എന്തുണ്ടായിട്ടില്ല? ജനങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. എന്തിൽ നിന്ന്? യതഫഖഹു അഖല്ലുഹും, അവരിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ഇൽമ് വളരെ കൂലങ്കഷമായി അതിന്റെ തെളിവുകളും അതിന്റെ ഈ ഓരോ വിശദാംശങ്ങളും പഠിക്കൽ വളരെ കുറഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് വേറെയും ചില കാര്യം പറയാം. അശ്ഹദു ജനായിസ ബഅദഹും, അങ്ങനെ ചില കുറഞ്ഞ ആൾക്കാർ ജനാസക്ക് നിസ്കരിക്കും, ജനാസയിൽ പങ്കെടുക്കും. അതുപോലെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. അതുപോലെ എല്ലാവരും സലാം മടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇതൊക്കെ ഈ എന്താണ്? ഫർള് കിഫായായ രൂപത്തിൽ, അല്ലെങ്കിൽ അവര് ചിലര് ചെയ്യുകയും മറ്റുള്ളവർ അതിനെ തുടരുകയും ചെയ്യലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെയുള്ള അവസ്ഥ എന്ന് പറയാണ്. ഇനി വിശദമായി ഞാൻ ഇബാറത്തുകൾ പറയുന്നില്ല. അതുപോലെ നമ്മൾ ജിമാഉൽ ഇൽമ് നോക്കിയാലും, അതുപോലെ ഇബ്താലുൽ ഇസ്തിഹ്സാൻ നോക്കിയാലും, അതുപോലെ ഈ അത്തരം കിതാബുകളിലൊക്കെ കാണുന്ന ഒരു വിഷയമുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലാ യഹില്ലു ലി അഹദിൻ, ഒരാൾക്കും, ഞാൻ ഓർക്കുന്നത് ഇബ്താലുൽ ഇസ്തിഹ്സാനിലാണെന്ന് ആണ് ഞാൻ ഓർക്കുന്നത്, അവർ പറയാണ് ഒരാൾക്കും അനുവദനീയമല്ല ഏത് ഇൽമിൽ നിന്ന് വല്ലതും പറയൽ. ഏതുവരെ? ഗവേഷണത്തിന്റെ യോഗ്യതകൾ, ആലത്തുകൾ യോജിക്കാത്ത കാലത്തോളം ഒരാൾക്കും ഇൽമിൽ നിന്ന് ഒന്നും പറയൽ അനുവദനീയമല്ല. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഷാഫി ഇമാമ്, സത്യത്തിൽ ഷാഫി ഇമാമിന്റെ ഒരു അതിലുള്ള കാർക്കശ്യം, ഗവേഷണം ചെയ്യുന്നതിലും മതവിധി പറയുന്നതിനുള്ള കാർക്കശ്യത്തെ പറ്റി ഞാൻ ഈ ശറഹുൽ മുഹദബ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതി തുടങ്ങുകയും പിന്നീട് 9 വോള്യം എത്തിയപ്പോൾ മഹാനവർകൾ ലോകത്തോട് വിട പറയുകയും പിന്നീട് ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത് പൂർത്തിയാക്കാൻ ശ്രമിച്ചെങ്കിലും 2 വോള്യം കഴിയുമ്പോഴത്തേക്കും മഹാനവർകളും ലോകത്തോട് വിട പറയുകയും ചെയ്തതിനു ശേഷം അല്ലാമ മത്വി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇബ്നു തൈമിയ്യയൊക്കെ ബഹുമാനിക്കുന്ന ആധുനിക പണ്ഡിതനാണ്. എങ്കിലും അദ്ദേഹം ഒരു മധ്യമമായ നിലയിൽ നീതി പുലർത്തിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഇബ്നു തൈമിയ്യയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും ഒക്കെ വാചകങ്ങൾ കൊണ്ടുവന്ന് മലീവസമാക്കിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും അദ്ദേഹം അതിന് തെക്കുമില എന്നുള്ള നിലക്ക് അതിന് പൂർത്തീകരണം നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന 25 വോള്യമുള്ള ശറഹുൽ മുഹദബ് ഉള്ളത്. പൊതുവെ ശറഹുൽ മുഹദബ് നോക്കുന്ന ആള്
ആ 9 വോളിയവും 2 വോളിയവുമാണ് നോക്കാറുള്ളത്. ഞാൻ ഇതിൽ മുഹദ്ദബുള്ളത് കൊണ്ട് ഞാനിതിൻ്റെ ഖലാഇൻ്റെ അധ്യായം നോക്കി. അപ്പോൾ എനിക്ക് വളരെ എന്നെ സ്വാധീനിച്ച ഒരു ഇബാറത്ത് ഇതിൽ കാണാൻ കഴിഞ്ഞു. നമ്മൾ ഈ വിഷയത്തിൽ അത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയാണ്. എന്താന്ന് വെച്ചാൽ ഈ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുന്ന് വെച്ചത്, അഥവാ ഗവേഷണത്തിനും മുഫ്തിയാവാനും ഷാഫി ഇമാം വെച്ച നിബന്ധന ഇതിൽ പറയാണ് വഖാല ഇബ്നു ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സ്വൈദലാനി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. ഷാഫി മദ്ഹബ് പഠിക്കുന്ന ഏതൊരാൾക്കും അറിയുന്ന ലോകപ്രശസ്ത പണ്ഡിതനാണ്. മഹാനവൽ പറഞ്ഞത് ഷാഫി ഇമാം ഷർത്ത് വെച്ചത് ഫിൽ മുഫ്തി, മതവിധി പറയുന്നതിൽ ഷർത്ത് വെച്ചത് ഷറായിത്തുൻ, വല്ലാത്ത ഷർത്തുകളാണ്. ലാ തുജദു ഇല്ലാ ഫിൽ അംബിയായി, അംബിയാക്കളിലല്ലാതെ ആ ഷർത്തുകളൊന്നും യോജിക്കൂല. അപ്പൊ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം, ഷാഫി ഇമാം വെച്ച ഷർത്തുകൾ അഥവാ മതവിധി പറയാനും മതകാര്യങ്ങൾ ആ പ്രമാണങ്ങളിൽ നിന്ന് കണ്ടെത്തി പറയാനും ജനങ്ങൾക്ക് ഹുക്കുമ് പറഞ്ഞു കൊടുക്കാനും വെച്ച ആ ബാധ്യത, അതിന്റെ ഷർത്ത്, അതിന്റെ നിബന്ധന വളരെ വളരെ വലുതാണ്. അത് ഏതുവരെ എന്നാണ് ഇമാം സ്വൈദലാനി തങ്ങൾ പറയുന്നത്? ലാ തൂജദു ഇല്ലാ ഫിൽ അംബിയായി, അതൊന്നും അംബിയാക്കളിലല്ലാതെ ഉണ്ടാവൂല, എത്തിച്ചേരൂല, അത്രയും വലുതാണ്. എന്നാല് വമിൻ അസ്ഹാബിന, നമ്മുടെ ഷാഫി മദ്ഹബിലെ മറ്റു അസ്ഹാബ് പറഞ്ഞു ഷാഫി ഇമാം കഠിനമായ ഷർത്തുകൾ വെക്കാൻ കാരണം വേറെ ആരും ഈ മതവിധി പറയരുത് എന്നതുകൊണ്ടല്ല. ഷാഫി ഇമാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വല്ലാത്ത വിജ്ഞാനം നൽകുകയും ഷാഫി ഇമാമിന് അതൊക്കെ വളരെ എളുപ്പമാകുകയും ചെയ്തപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് പറഞ്ഞതാണെന്ന് മറ്റു ചില പണ്ഡിതന്മാരും പറഞ്ഞു. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, ഷാഫി ഇമാം വെച്ചത്രയും കണിശമായ നിബന്ധന ദുനിയാവിൽ ഒരു പണ്ഡിതനും ഈ മതവിഷയങ്ങൾ പറയാനും അതിൽ ഇറങ്ങാനും വെച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേ വിഷയം തന്നെ ഞാൻ പിന്നീട് 9-ാം നൂറ്റാണ്ടിൽ വഫാത്തായ മഹാനായ അൽ മിൻഹാജുൽ അസ്വീത്തി എന്ന് പറയുന്ന പണ്ഡിതൻ ജവാഹിറുൽ ഉഖൂദ് എന്നുള്ള കിതാബിൽ ഉദ്ധരിച്ചതായിട്ടും കണ്ടു. വിഷയം ഞാൻ ആദ്യം കണ്ടത് അല്ലാ മുഹമ്മദിയുടെ ഇബാറത്താണെങ്കിൽ പിന്നീട് ഷാഫി മദ്ഹബിൽ തന്നെ വിട്ട വലിയ പണ്ഡിതനായ അല്ലാമ അസ്വീത്തി അദ്ദേഹത്തിന്റെ ജവാഹിറുൽ ഉഖൂദ് എന്നുള്ള കിതാബിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇത്രയും കർക്കശമായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിൽ എല്ലാവരും മതം പറയാൻ, ഓരോരുത്തരും ഹദീസ് നോക്കുക, എന്നിട്ട് ഷാഫി ഇമാമിന്റെ വാചകം തള്ളിക്കളയുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ അക്രമമാണ്. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഇനി പിന്നെ എന്താണ് ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്? ഇദാ സുഹൽ ഹദീസ് ഫഹു മദ്ഹബി, ആ വിഷയം വിശദീകരിക്കാൻ വേണ്ടി ഇമാം ദാറുഖുത്നി കിതാബ് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല. അതിനുശേഷം ധാരാളം പണ്ഡിതന്മാർ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഇമാമുൽ ഹറമൈന് തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു സംസാരിച്ചിട്ടുണ്ട്, ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നവവി ഇമാം വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം അല്ലാമ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ വിഷയത്തിൽ മാത്രം ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. മാലിക്കി മദ്ഹബുകാരനായ ഇമാം ഖറാഫി ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം, ഏകദേശം എല്ലാ മദ്ഹബിലുള്ള ധാരാളം ഇമാമിങ്ങൾ ചർച്ച ചെയ്ത ഒരു വാചകമാണ് ഇദാ സഹൽ ഹദീസ് ഫഹു മദ്ഹബി. ആ ഒരൊറ്റ വാചകം മാത്രം കണ്ടിട്ട് അരണ കടിച്ചാൽ ഉടനെ മരണം എന്ന് പണ്ട് ആരോ പറയുന്നത് പോലെ, അങ്ങനെ ആര് മരിക്കും എങ്ങനെ മരിക്കും അതൊന്നും അറിയാതെ അവരൊറ്റ വാചകം കണ്ട് പ്രചരിപ്പിക്കുന്നത് വിഡ്ഢികളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം? ഷാഫി ഇമാം എന്താണ് പറഞ്ഞതെന്ന് അതിനെപ്പറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഷാഫി ഇമാം പറഞ്ഞത് ശരിയാണ്. ഷാഫി ഇമാം എന്നല്ല ലോകത്ത് ഒരൊറ്റ പണ്ഡിതനും പറയൂല എന്റെ വാക്കിനെതിരെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടായാൽ എന്റെ വാക്കെടുക്കണമെന്ന് ലോകത്തൊരു മുസ്ലിമും പറയൂല. അപ്പൊ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് അത് ഈ യോഗ്യതകൾ മേളിച്ച ഒരാള് ഒരു ഹദീസിൽ നിന്ന് നിയമം കണ്ടെത്താനുള്ള യോഗ്യത ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഫതാവൽ അൽ-ഹബീൽ ഫതാവയിലും എല്ലാ ഇമാമിങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്.
ഖുർആനിലും ഹദീസിലും എന്ന കണ്ട് 15ഓളം വിജ്ഞാന ശാഖകളിൽ അവഗാഹം നേടിയ ഒരാളായിരിക്കണം. ഇമാം റാജി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, ഷാഫി ഇമാമിന് ശേഷം ഒരു മുജ്തഹിദ് മുത്തലക്ക് നിരുപാധിക ഗവേഷകൻ ഉണ്ടായതായി ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെയും ദാവൂദുൽ ലാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെയും ഒക്കെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഒരു 3-ാം നൂറ്റാണ്ടിന് ശേഷം ഒരു 4-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ഒരു മുജ്തഹിദ് മുത്തലക്കിനെ അറിയപ്പെട്ടിട്ടില്ല. അപ്പോഴങ്ങനെ മുജ്തഹിദായ ഒരു പണ്ഡിതൻ മാത്രം കൈകാര്യം ചെയ്യേണ്ടതും മുജ്തഹിദ് മുത്തലക്കിന് ശേഷം അഥവാ നിരുപാധിക ഗവേഷണത്തിന് ശേഷം സ്വാഭാവിക ഗവേഷണത്തിനുള്ള യോഗ്യത എത്തിച്ചവരോടും അതുപോലെ മദ്ഹബിൽ ഗവേഷണം നടത്തുന്നവരോടും മാത്രമാണ് ആ കൽപ്പന അല്ലെങ്കിൽ ആ നിർദ്ദേശം. കാരണം ഈ മതം പറയാനുള്ള നിബന്ധന യോജിക്കാത്തവരോട് മതം പറയാൻ ഷാഫി ഇമാം പറയൂലല്ലോ. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞതിന്റെ അർത്ഥം ഈ നിർദ്ദിഷ്ട യോഗ്യതകൾ മേളിച്ചവർ എന്റെ ഒരു വാക്കിനെതിരെ വ്യക്തമായ മുആരിദുകളില്ല എന്ന് ബോധ്യപ്പെട്ട, മൻസൂഖല്ല എന്ന് ബോധ്യപ്പെട്ട, അതുപോലെ അതിന് ഖാസില്ല എന്ന് ബോധ്യപ്പെട്ട, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. അങ്ങനെയൊക്കെ ബോധ്യപ്പെട്ട ഒരു ഹദീസ് ലഭിക്കുകയും അത് എനിക്ക് ലഭിച്ചിട്ട് ഞാൻ അത് പ്രത്യേക കാരണത്താൽ ഒഴിവാക്കിയതല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ ഹദീസ് അനുസരിച്ച് നിങ്ങൾ പറയണം എന്നാണ്. അങ്ങനെ പറയണം എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ വിധി. അങ്ങനെ യോഗ്യതയുള്ളവർ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഷാഫി മദ്ഹബിന്റെ ഒരു മഹത്വവുമാണ്. ഷാഫി മദ്ഹബ് അന്ധമായ അനുകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മദ്ഹബല്ല. ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ഗ്രേഡിൽ നിന്നുകൊണ്ട് തഖ്ലീദും ചെയ്യണം, ഇജ്തിഹാദും ചെയ്യണം. അപ്പൊ ഞാൻ ആ വിഷയം പിന്നീട് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയാം. ഒറ്റവാക്കിൽ പറയുമ്പോൾ ഇമാം ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിച്ചതും അതുപോലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള ഇമാമിങ്ങൾ വിശദീകരിച്ചതും അത് ഷാഫി ഇമാം പറഞ്ഞത് എല്ലാവരോടുമല്ല. അത് പറഞ്ഞത് ഷാഫി ഇമാമിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും ഷാഫി ഇമാമിന്റെ അസ്ഹാബിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യുകയും എന്നിട്ട് ഹദീസിനെ പറ്റി കൂലങ്കഷമായി അറിയുകയും ഹദീസ് ഇതിന് മുആരിദുകളില്ല എന്ന് ബോധ്യപ്പെടുകയും ഷാഫി ഇമാമിന് ഇത് കിട്ടിയിട്ടില്ല എന്ന് വലബത്തുള്ളന് മികച്ച ഭാവന ലഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനത്തേക്കുള്ള പണ്ഡിതന്മാരോട് മാത്രമാണെന്ന് ഇമാമിങ്ങൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാരോട് പറഞ്ഞ വാചകം അത് എല്ലാവരും എടുത്ത് പ്രയോഗിക്കാനുള്ളതല്ല. ഞാൻ ഉദാഹരണം പറയാം. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ് 5 വക്ത് നിസ്കാരം. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഹദീസ് പഠിക്കാൻ പോയി. അതായത് ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വിഷയം. അപ്പോഴ് അയാൾ സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു കൊടുത്തു. മൻ സ്വല്ല ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഉറൂബിഹാ ലം യൽജിന്നാർ. ഹദീസിന്റെ വാചകം ലം യൽജിന്നാർ തുടക്കാണ്. അഥവാ സുബ്ഹിയും അസ്റും നിസ്കരിച്ച ഒരാളും നരകത്തിൽ കടക്കൂല. അതുപോലെ ഈ ബുഖാരിയിലും അതേ ഹദീസ് വേറൊരു വാചകത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ പറയാണ് സുബ്ഹിയും അസ്റും നിസ്കരിച്ചവൻ നരകത്തിൽ കടക്കൂല. അപ്പൊ ഇവരെ ഭാഷയിൽ എന്ത് ചെയ്യണോ? ഹദീസ് കിട്ടി, സ്വഹീഹ് ആണ്, മുത്തഫഖുൻ അലൈഹി ആണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ ഇന്ന് വരെ നിസ്കരിച്ച 5 വക്ത് വേണ്ട എന്ന് പറയുന്നത് പോലെ വിവരക്കേടാണ് ഇവർ പറയുന്നത്. അപ്പോഴ് ചേകന്നൂരിനേക്കാൾ അപ്പുറം പോകും. ചേകന്നൂർ 3 പറഞ്ഞിട്ടുണ്ട്, അതിനേക്കാൾ കുറഞ്ഞു പോകും. അതുപോലെ ഒരാൾ സ്വഹീഹ് മുസ്ലിം നോക്കുമ്പോൾ കണ്ടു ഈ തീയിൽ വന്നത് ഭക്ഷിച്ചാൽ ഒതു എടുക്കണം, ഒതു മുറിയുമെന്ന്. അപ്പൊ അയാൾ പറയാണ് ആ ഷാഫി മദ്ഹബ് ശരിയല്ല, ഷാഫി മദ്ഹബ് തെറ്റാണ്. ഇതൊക്കെ എന്താണ് സംഭവം? ആദ്യത്തത് ഫളായിൽ പറഞ്ഞാണ്, മഹത്വം പറഞ്ഞതാണ്. മഹത്വം പറഞ്ഞതിന് മഫ്ഹൂമില്ല, മഫ്ഹൂം മുഖാലഫില്ല, ബാക്കി നിസ്കരിക്കേണ്ടെന്ന് അതിലൊന്നും കിട്ടൂല. രണ്ടാമത്തത് പറഞ്ഞത് നിയമപ്രാബല്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ സ്ക്രീന് ചലിക്കുന്നില്ല, ഞാൻ ഓഫ്ലൈൻ ആയോ? അപ്പോ ഓക്കെ, രണ്ടാമത്തത് നിയമപ്രാബല്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പല ഹദീസുകളും അതിന്റെ ബാഹ്യത്തിൽ നിന്ന് തെറ്റിക്കേണ്ടി വരും. അതുപോലെ ആയത്തുകൾ ബാഹ്യത്തിൽ നിന്ന് തെറ്റിക്കേണ്ടി വരും, ചിലപ്പോൾ ജംഅ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് ഒരു കർമ്മശാസ്ത്ര വിധി രൂപപ്പെടുന്നത്. അത് ഏതെങ്കിലും ഹദീസിനെതിരാണെന്ന് തോന്നി തള്ളുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ കർമ്മശാസ്ത്ര നിയമങ്ങളും തള്ളപ്പെടും. കാരണം അത് ചിലപ്പോ എല്ലാം ഞാൻ
മുബാലകത്തിന് പറഞ്ഞാണ് ഏകദേശ കർമ്മശാസ്ത്ര വിധികളും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് വിവരമില്ലാത്തവർ മതം പറയരുത് എന്നുള്ള ഇജ്മാ ആയ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ വിഷയത്തെ വിശകലനം ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവരുടെ വേറൊരു ടെക്നിക്കിനെ പറ്റി, വേറൊരു ചതിയെപ്പറ്റി പറഞ്ഞതാണ്. അവര് ഏതെങ്കിലും ഒരു മഹാന്റെ വാചകത്തിന്റെ കഷ്ണം എടുത്ത് ഉദ്ധരിച്ച് ഇത് പാടില്ല എന്ന് പറയും. സത്യത്തിൽ അങ്ങനെ ഉദ്ധരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറെ ഉദ്ധരിച്ചു തരാം. ഒന്ന്, മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് ഇൽമ് എഴുതി വെക്കല് വെറുക്കപ്പെട്ടതാണ്. ഇൽമ് എഴുതി വെക്കൽ വെറുക്കപ്പെട്ടതാണ്. അപ്പൊ അത് ഉദ്ധരിച്ചിട്ട് ഇൽമ് എഴുതരുതെന്ന് പറയാം. അതൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണ്. അതുപോലെ ഒരുപാട് കേൾക്കാം. അതൊക്കെ എല്ലാം കൂലങ്കഷമായി പഠിച്ചുകൊണ്ട് അതിന് നിർദ്ധാരണം ചെയ്യണം. സ്വഹാബികളിൽ നിന്നും താബീങ്ങളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് സ്ഥിരപ്പെട്ട ഒരു വാചകമാണ് ഖിയാസ് നടത്താൻ പാടില്ല. മൻ ഖാസ, വല്ലവനും ഖിയാസ് നടത്തിയാൽ മതം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ പറയാണ്. അത് തെളിവാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴെന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പഠിക്കണം. അത് ബാത്തിലായ ഖിയാസിനെ പറ്റിയാണെന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയോ കാര്യങ്ങൾ അങ്ങനെ വാചകങ്ങൾ കാണാം. അപ്പോ ഏതൊരു ബുദ്ധിയുള്ള ആളും ചെയ്യേണ്ടത് ഒരു വാചകത്തിന്റെ യഥാർത്ഥ അർത്ഥം ചിന്തിക്കുക. മതം എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള, കുട്ടിക്കളി കളിക്കാനുള്ളതല്ല. മതം പറയേണ്ടത് വിവരമുള്ളവരാണ്. നമ്മൾ അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാ സുന്നി സുഹൃത്തുക്കൾക്കും മുജാഹിദ് സുഹൃത്തുക്കൾക്കും നമ്മൾക്ക് എല്ലാവർക്കും വേണം. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോ അന്ധനാനയെ കണ്ടതുപോലെ ആയിപ്പോകും. അന്ധനാനയെ കണ്ട ഒരു കഥ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിവരിക്കുന്നുണ്ട്. അന്ധന്മാര് ആനയെ കാണാൻ പോയി. ആനയെ കാണുക എന്ന് വെച്ചാൽ അവരെ കാഴ്ച, തൊട്ടറിഞ്ഞുള്ള കാഴ്ച. അവര് ആനയെ കണ്ടപ്പോ ആനയെ ഒരാൾ തൊട്ടത് ഈ ചെവിടാണ്. അപ്പൊ അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി, ആന മുറം പോലെയാണ് എന്ന് തീരുമാനിച്ചു. വേറൊരാൾ തൊട്ടത് ആനയുടെ കാലാണ്. അയാൾ തീരുമാനിച്ചു ആന ഉരള് പോലെയാണ് എന്ന് തീരുമാനിച്ചു. വേറൊരാൾ തൊട്ടത് ആനയുടെ പുറമാണ്. അപ്പൊ ആന ഒരു പാറ പോലെയാണെന്ന് അയാൾ തീരുമാനിച്ചു. വേറൊരാൾ തൊട്ടത് ആനയുടെ വാലാണ്. അപ്പൊ അയാൾ തീരുമാനിച്ചു ആന ഒരു ചൂല് പോലെയാണെന്ന്. അപ്പോ ഇതുപോലെയാണ് മുജാഹിദുകൾ മതം പറഞ്ഞത്. അവിടുന്ന് ഇവിടുന്നും അല്പം ഹദീസുകളും ഖുർആന്റെ ശകലങ്ങളും ഹദീസിന്റെ ശകലങ്ങളും കണ്ടിട്ട് അവരോരോന്നു കൊണ്ടും മതം പറഞ്ഞു. പക്ഷേ നല്ല കാഴ്ചയുള്ള ഒരാൾ ആനയെ കാണുമ്പോൾ അവർക്കറിയാം ആന ഇതുപോലൊന്നുമല്ല. ഇതുപോലെയാണ് മുജാഹിദുകൾ മതം പറഞ്ഞത്. ഇമാമിങ്ങളുടെ അല്ലെങ്കിൽ ബസീറത്തുള്ള പണ്ഡിതന്മാര് നോക്കുമ്പോൾ അവർക്കറിയാം ഇസ്ലാം മതം ഇതുപോലെയൊന്നുമല്ല. മുജാഹിദുകൾ പറയുന്നത് അവർ ഒരു കഷം കണ്ട് തെറ്റിദ്ധരിച്ചതാണ്. അന്ധന്മാര് നോക്കുന്നത് കൊണ്ടാണത്. അതുകൊണ്ടാണ് പറഞ്ഞത് ബസീറത്ത് എന്നുള്ളത് നിർബന്ധമാണ്. ബസീറത്തില്ലാത്തവൻ ഉലുൽ അബ്സാർ ഫഅ്തബിറു യാ ഉലുൽ അബ്സാർ എന്ന് ഖുർആൻ പറയാൻ കാരണം ഇഅ്തിബാർ, നമ്മൾ ചിന്തിക്കൽ, ഒരു വിഷയത്തിൽ ചിന്തിക്കാൻ ബസീറത്തില്ലാതെ പറ്റൂല. അതുകൊണ്ട് ബസീറത്തില്ലാത്തവർ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഈ ഫിത്നകളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഈ അന്ത്യം മോശമായി കാഫിറായി ചത്തുപോകാൻ കാരണമാകുന്ന ഒരു വിഷയമാണ് സത്യത്തിൽ വിവരമില്ലാത്തവൻ മതം പറയുക എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങള് വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സമുദായത്തിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദായത്തിലുള്ള ആരും നരകത്തിൽ കടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മുത്തുനബിയെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരു വാശിക്ക് വേണ്ടി പറഞ്ഞതല്ല. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കണം. എല്ലാ മുജാഹിദ് സുഹൃത്തുക്കളും ചിന്തിക്കണം. ഞാൻ 3 കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഓരോന്ന് പറയാം. അതിൽ 3 കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കണം. ഒന്ന്, ഇത് 100% അപ്രായോഗികമായ ഒരു രീതിശാസ്ത്രമാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ നേതാക്കൾ പറയുന്നത്. അതൊരിക്കലും പ്രാവർത്തികമല്ല. രണ്ടാമത്തത്, ഈ മുജാഹിദുകൾ ഉണ്ടാക്കിയ കുറെ ഷിർക്കുകളും കുഫറുകളും ബിദ്അത്തുകളും അത് ലോകത്ത്
മുസ്ലിമീങ്ങളുടെ നമ്മൾക്കെല്ലാവർക്കും മുജാഹിദിനും സുന്നിക്കും ജമാഅത്തിനും തബ്ലീഗിനും ഇന്ന് മുസ്ലിമാണെന്ന് പറയുന്ന എല്ലാവർക്കും അനിവാര്യമായി അംഗീകരിക്കേണ്ട അനിവാര്യമായി വേണ്ട ഇമാമിങ്ങളെ മുശ്രിക്കാക്കുകയും അതുവഴി ഇസ്ലാം തന്നെ ലോകത്തില്ല എന്ന് പറയുന്ന വാദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഏറ്റവും അപകടകരമായ വാദമാണ്. അതോടൊപ്പം അങ്ങനെ നിങ്ങൾ ഇതൊക്കെ ശിർക്കാണെന്ന് പറയുമ്പോൾ മുശ്രിക്കീങ്ങളെ ഇമാമെന്ന് പറയേണ്ടി വരുന്ന ഏറ്റവും നിന്ദ്യമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് പഴിച്ചതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ശിർക്കിയാത്തുകൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. അതാണ് 2. മൂന്നാമത്തത്, പല വാചകങ്ങളും പല മഹാന്മാരുടെയും വാചകങ്ങൾ ഞാനൊരു സാമ്പിൾ പറഞ്ഞാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ ഷാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ കൂലങ്കഷമായി പഠിക്കണം. അല്ലാതെ ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല. എല്ലാ ഭാഗവും കണ്ടവരാണ് പറഞ്ഞത് തക്ലീദിനെ പറ്റിയൊക്കെ. ഇൻഷാ അല്ലാഹ് തക്ലീദിന്റെ വിഷയങ്ങൾ, മദ്ഹബ് തക്ലീദിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാൻ ചുരുക്കി അടുത്ത ദിവസം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇബ്നു തൈമിയ്യയൊന്നും പരിശോധിക്കേണ്ടതുണ്ട്, ഇബ്നുൽ ഖയ്യിമിനെ പരിശോധിക്കേണ്ടതുണ്ട്. ചിലർക്ക് മനസ്സിലാക്കി വെച്ചത്, പലരും പറയുന്നത് ഷൗക്കാനി ഇവരുടെ കൂടെയാണെന്നാണ്. സത്യത്തിൽ ഷൗക്കാനി തക്ലീദിനെ എതിർത്തു എന്നൊക്കെ പറയുന്നത് അതിൻ്റെതായ വേറൊരു തലമാണുള്ളത്. അതൊന്നും തനി നാടന്മാരായ ആൾക്കാർ ഇജ്തിഹാദ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല. അത് അല്ലാമ വഹബത്ത് സുഹൈലി ഒരു സലഫി പണ്ഡിതനാണ്, ഷൗക്കാനിയൊക്കെ അംഗീകരിക്കുന്ന ആളാണ്, ഇബ്നു തൈമിയ്യ അംഗീകരിക്കുന്ന ആളാണ്. ഇസ്തിഹാസ തവസ്സുലിനെ പോലെ ഉള്ള വിഷയങ്ങളെ എതിർക്കുന്ന വഹബത്ത് സുഹൈലി, ദക്തൂർ വഹബ് സുഹൈലി അദ്ദേഹത്തിന്റെ കിതാബിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അവരൊക്കെ പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കി ഞാൻ പറയുന്നത് അതാണ്. ഓരോന്നും വിശാലമായി പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഉലമാ ഇതൊന്നും കാണാഞ്ഞിട്ടല്ല, എല്ലാം കണ്ടവരാണ് നമുക്ക് മതം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ആർക്കെങ്കിലും ഈ വിഷയമായിട്ടോ അല്ലാത്ത വിഷയമായിട്ടോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് 19-ന് ശേഷം അതിന്റെ ഹക്കീക്കത്ത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സ്നേഹബുദ്ധിയ ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ശത്രുക്കളല്ല എന്ന ബോധം എല്ലാ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾക്കും വേണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങാനും രോഗം സുഖപ്പെടാനൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന ഒരു ക്ലാസ് നടത്തി തന്ന അൻസാർ മാസ്റ്റർ അള്ളാഹു നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള പഠനാർഹമായ ക്ലാസുകൾ ഇനിയും നമുക്ക് പിന്നെ എടുത്തു തരുവാനുള്ള ദീർഘായുസ്സ് റബ്ബ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊരു സംശയം അൻസാർ മാസ്റ്ററോടാണ്. അൻസാർ മാസ്റ്റർ അവിടെ ഇല്ലേ? അൻസാർ മാസ്റ്റർ അവിടെ ഉണ്ടല്ലോ, പോയിട്ടില്ലല്ലോ? മുപ്പത് ശബ്ദം ഞാൻ കേട്ടു, ക്ലാസ് മുഴുവനും കേട്ടിട്ടില്ല, എന്നാലും ഉണ്ടല്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്കൊരു സംശയം പിന്നെ അൻസാർ മാസ്റ്ററോട് ചോദിക്കാൻ, ഈ മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിം, അതുപോലെ തന്നെ ഹംബലി, മാലിക്, ഹനഫി മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ ഒരു ഉത്തമ നൂറ്റാണ്ട് കാലത്താണ് അവരൊക്കെ ജീവിച്ചിരുന്നത് എന്ന് നമ്മൾക്കൊക്കെ ചരിത്രങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരേ ഹദീസ് പല വിധത്തിൽ പിന്നെ ഇമാമികൾ അതിനെക്കുറിച്ച് വിവരണം നടത്തിയത് അത് എന്തുകൊണ്ടാണ്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബാക്കൾ ഒരേ സമയത്ത് ശ്രവിച്ചതല്ലേ ഈ ഹദീസുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇമാമിങ്ങൾ അതിനെക്കുറിച്ച് വിശകലനം നടത്തി നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്? എന്തുകൊണ്ടാണ് ഈ ഇമാമിങ്ങളെ ഇടയിൽ പിന്നെ ഷാഫി ഇമാമിന്റെ ഒരു അഭിപ്രായം, ഈ പിന്നെ ഹനഫി മദ്ഹബിന്റെ ഇമാമിന്റെ ഒരു അഭിപ്രായം, ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ വരാനുള്ള കാരണം
എന്താണെന്നൊന്ന് വിശദീകരിച്ചു തരാമോ? അതിലൊരു അങ്ങനെ ഒരു സംശയമാണ്. എന്തുകൊണ്ട് അതെല്ലാം അവരൊക്കെ വലിയ വലിയ ഇമാമിങ്ങൾ ഇജ്തിഹാദൊക്കെ നടത്തി പിന്നെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഹദീസിനെ കുറിച്ച്, ഒരു ഖുർആന്റെ ആയത്തിനെ കുറിച്ച്, അതിനെ ബന്ധിച്ചുള്ള പിന്നെ ഹദീസുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം വരാനുള്ള ഒരു കാരണം എന്താണ്? ഒന്ന് വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്നെ കേൾക്കുന്നുണ്ടോ? നല്ലൊരു ചോദ്യമാണ്, സാധാരണക്കാർക്ക് വേണ്ടി ചോദിച്ചതാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഹദീസിനെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായത് എന്നാണ്. അതാണ് ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. ചിലത് തഅവീൽ, വ്യാഖ്യാനത്തിന് പഴുതുണ്ടാവും, ഇഹ്തിമാലുകൾ ഉണ്ടാവും പല അർത്ഥത്തിലേക്ക്. ഞാനതിന് ഒരു ഉദാഹരണം പറയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികളെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അയക്കുമ്പോൾ മുത്തനബി സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങള് ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ, ബുഖാരിയിലെ ഹദീസ് തന്നെ ആദ്യം പറയാം, സ്വഹാബികൾക്കിടയിൽ നടന്നു തന്നെ ആദ്യം പറയാം, ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ അസ്ർ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ യാത്ര ചെയ്യുമ്പോൾ അസ്റിന്റെ, ബനു ഖുറൈളയിലെത്തുന്നതിന് മുമ്പ് അസ്റിന്റെ സമയം പൂർണ്ണമായും കഴിഞ്ഞ് മഗ്‌രിബിലേക്ക് എത്തുമെന്ന് അവർ ഭയപ്പെട്ടു. സംഘം സ്വഹാബികൾ പറഞ്ഞു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ലാഹിർ തന്നെ നമ്മൾ എടുക്കണം, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല, അത് ഖളാ ആയാലും ബനു ഖുറൈളയിൽ എത്തിയിട്ട് നമുക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞു. അതിനെ നമുക്ക് ലാഹിരി മദ്ഹബ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ നിസ്കരിക്കരുത്. പക്ഷെ അങ്ങനെ പറയുന്നതിന് വേറൊരു ഒരു അർത്ഥമുണ്ട്. എന്നെ കേൾക്കുന്നുണ്ടോ? ഇടക്കൊന്ന് ഓഫ്ലൈൻ ആയിരുന്നു. ഞാൻ DC-ആയി അപ്പോൾ പറഞ്ഞു വന്നത്, സ്വഹാബ് ഈ ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ നിസ്കരിക്കരുത് എന്നുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകം ബാഹ്യത്തിന്റെ മുകളിൽ എടുത്തുകൊണ്ട് ബനു ഖുറൈളയിൽ എത്തുന്നവരെ പിന്തിക്കുകയും അതിനെ ഖളാ ആക്കുകയും ചെയ്തു. എന്നാൽ വേറൊരു വിഭാഗം ബനു ഖുറൈളയിൽ എത്താതെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചു, തഅ്വീൽ ചെയ്തു. അത് ഇമാം ഇബ്നു അബ്ദുല്ല റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവിടുത്തെ ജാമിഉൽ ബയാൻ എന്നുള്ള കിതാബില് 2 അധ്യായം കൊടുത്തു തന്നെ ആ വിഷയം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് വിശദീകരിച്ച്, എന്തുകൊണ്ടാണ് ജം ചെയ്തത്? എല്ലാ നിസ്കാരങ്ങളും അതിന്റെ വക്തിൽ തന്നെ നിസ്കരിക്കണം എന്നുള്ള കൽപ്പനയുമുണ്ട്, ഈ കൽപ്പനയുമുണ്ട്. അതുകൊണ്ട് ഒരു വിഭാഗം സ്വഹാബികൾ എന്ത് ചെയ്തു? ഈ കൽപ്പന നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ, നിർബന്ധ സാഹചര്യം ഇല്ലെങ്കിൽ അസ്ർ നിസ്കാരത്തിന് വേണ്ടി സമയം കളയാതെ, ഖളാ ആവൂലെങ്കിൽ അവിടെ എത്തണം എന്നാണെന്ന് അവർ മനസ്സിലാക്കി. എന്റെ സ്ക്രീന് ചലിക്കുന്നില്ല. അപ്പൊ അവിടെ വ്യാഖ്യാനമുണ്ടായി. അങ്ങനെ അവര് അവിടുന്ന് തന്നെ നിസ്കരിച്ചു. അങ്ങനെ അവര് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ഒരു ഹദീസ്, ഒരേ വാചകത്തെ 2 വിഭാഗം സ്വഹാബികള് 2 നിലക്ക് വ്യാഖ്യാനിച്ചു. ഒരു വിഭാഗം ലാഹിർ അനുസരിച്ച് പറഞ്ഞപ്പോൾ മറുവിഭാഗം ജംഇന്റെ മദ്ഹബായി. അപ്പോ
ജംഇന്റെ മദ്ഹബ് സ്വീകരിച്ചവർ അഥവാ മറ്റുള്ള പ്രമാണങ്ങളോട് ജംഅ് ചെയ്തുകൊണ്ട് അതിൽ ഗവേഷണം ചെയ്തുകൊണ്ട് പറഞ്ഞവരെയും അതുപോലെ ലാഹിർ സ്വീകരിച്ചവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. അപ്പോൾ അതുപോലെ തഅ്വീലിന് വ്യാഖ്യാന വിധേയമായ വിഷയങ്ങൾ, അതുപോലെ വേറൊന്ന് ഞാൻ ഓർക്കാണ്, നിസ്കാരത്തിൽ സലാം മടക്കാൻ ഇശാറത്ത് കൊണ്ട് സലാം മടക്കാൻ പാടുണ്ടോ ഇല്ലയോ, മദ്ഹബിന്റെ ഇടയിൽ ചർച്ചയുണ്ട്. അതിന് രണ്ടാൾക്കും ഒരേ ഹദീസാണ് തെളിവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഒരാള് സലാം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ചിലരതിനെ വ്യാഖ്യാനിച്ചു കൈകൊണ്ട് തടഞ്ഞതാണ് എന്ന് വ്യാഖ്യാനിച്ചു. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു കൈകൊണ്ട് മടക്കിയതാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം പറയാൻ കഴിയാതെ, അഥവാ വ്യാഖ്യാനത്തിന് രണ്ടു തരത്തിലും 3 തരത്തിലൊക്കെ മനസ്സിലാക്കാൻ പഴുതുള്ള ഒരു വിഷയമാകുമ്പോൾ അങ്ങനെ വരുത്താണ് അള്ളാഹു ഉദ്ദേശിച്ചത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അത് ഉമ്മത്തിന് വളരെ കാരുണ്യമാണ്. തക്ലീഫിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാവും. അത് ആ വിഷയം വിശദീകരിക്കാൻ വേണ്ടി ഇമാം അല്ലാമ ശഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 3 വോള്യമുള്ള കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഞാൻ ചുരുക്കി ആ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങളിൽ, അതുപോലെ ഫംസഹു ബിറുഊസിക്കും, നിങ്ങളെ തലയിൽ നിന്ന് തടയണം എന്ന് പറഞ്ഞത് ഒരു ബാ പറഞ്ഞിട്ട് ബിറുഊസിക്കും, ആ ബാ തബഈദിനാണോ, കുറച്ച് തടയണം എന്നാണോ, തലയിൽ നിന്ന് തടവണമെന്നാണോ, അല്ല ബാ സായിദയാണോ, അത് ഭാഷാ ഭംഗിക്ക് വേണ്ടി ഉപയോഗിച്ച സിയാദത്തിന്റെ ഹർഫാണോ എന്നൊക്കെ ചർച്ചയുണ്ട്. അപ്പോഴവിടെയും രണ്ട് അഭിപ്രായം വരും. മുഴുവൻ തടവിൽ ഫർലാണോ, കുറച്ച് തടവിൽ ഫർലാണോ? അങ്ങനെ ഹദീസ് നോക്കുമ്പോൾ ഹദീസിലും അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനത്തിലും ആ രണ്ടിനും വകുപ്പുള്ള രൂപത്തിൽ കാണും. അങ്ങനെയുള്ള വിഷയം ലോകത്ത് ബുദ്ധിയുള്ള ഒരാളും എതിർക്കാത്തതും ഇബ്നു തൈമിയ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മദ്ഹബിന്റെ ഏതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ അന്വേഷിച്ച് ചെന്നെത്തിയാൽ അത് ഇഖ്തിലാഫു സ്വഹാബത്തിലേക്ക്, സ്വഹാബികൾക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസത്തിലേക്ക് മടങ്ങും. അത് വ്യക്തമായി അടിസ്ഥാനപരമായി പഠിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അത് ഞാനൊരു സൂചന നൽകുകയാണ്. പ്രമാണങ്ങൾ 5 തരത്തിലുണ്ടെന്ന് നമ്മൾ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പ്രമാണങ്ങൾ 5 തരത്തിലുണ്ട്. ഒന്നാമത്തത് ഖത്ഇയ്യു സുബൂത്ത് വ ഖത്ഇയ്യു ദലാല, സ്ഥിരപ്പെടലിലും തർക്കമില്ല, അത് ഉദ്ദേശിച്ചതെന്നതാണെന്നതിലും തർക്കമില്ല. അത്തരം ഒരു പ്രമാണം വന്നാൽ അതിൽ 2 അഭിപ്രായം പറയൽ ഹറാമാണ്, 2 അഭിപ്രായം പറയാൻ പാടില്ല. വേറെ ചില പ്രമാണങ്ങളുണ്ട്, ചിലത് സ്ഥിരപ്പെടില്ല. എങ്ങനെയാണ്? ഖത്ഇയ്യു സുബൂത്ത് ആയിരിക്കും, പക്ഷേ ലന്നിയ്യു ദലാലത്തായിരിക്കും. അഥവാ സ്ഥിരപ്പെട്ടത് അള്ളാഹു പറഞ്ഞു എന്നുറപ്പാണ്, അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുറപ്പാണ്, പക്ഷെ അതിന്റെ ആശയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അവിടെ ആശയത്തിന്റെ വിഷയത്തിൽ ഗവേഷണം നടത്താൻ അതിനുള്ള ഉദാഹരണമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഫംസഹു ബിറുഊസിക്കും, തലയിൽ നിന്ന് തടവണം എന്നുള്ളത് ഈ സ്ഥിരപ്പെട്ടതാണ്. അത് മുത്തവാത്തിറായി ഖുർആനാണല്ലോ, സ്ഥിരപ്പെടുന്ന വിഷയത്തിൽ തർക്കിക്കാൻ പാടില്ല. അതേ സ്ഥാനത്ത് ബിറുഊസിക്കും എന്നതിനെ ഇമാമിങ്ങൾക്ക് ഗവേഷണം നടത്താവുന്നതാണ്. വേറൊരു തെളിവിന്റെ ശൈലിയുണ്ട്. ചിലത് ഖത്ഇയ്യു ലന്നിയ്യു സുബൂത്തായിരിക്കും, ഖത്ഇയ്യു ദലാലത്തായിരിക്കും. അഥവാ സ്ഥിരപ്പെടുന്നതിൽ തർക്കമുണ്ടാവും. ഉദാഹരണത്തിന് ഈ ഒരു ഹദീസ് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഹദീസാണ്. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലം യസൽ യഖ്നുത് ഹത്താ ഫാറഖത് ദുനിയ, ദുനിയാവ് വിട്ടുപിരിയുന്നത് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിൽ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിരുന്നു. ഇത് ആശയം വ്യക്തമാണ്. ഇതിനെ ആശയം വ്യാഖ്യാനിക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെ അഭിപ്രായ വ്യത്യാസമായത്? ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇമാമിങ്ങളായ ഇമാം ബൈഹഖി, ഇമാം ഹാക്കിം, അതുപോലെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം ഹാഫിദ് ദിമ്യാത്തി, ഇമാം സുയൂത്തി, ഇമാം ഹാഫിദുൽ ഇറാഖി, ഇമാം ഇബ്നു ഹജർ ഹൈത്തമി, അങ്ങനെയുള്ള ഇമാമിങ്ങളൊക്കെ ഇത് തെളിവിന് പറ്റുന്ന ഹദീസാണെന്ന് പറയുമ്പോൾ ഈ ചില ഇമാമിങ്ങൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലം അലൈഹി ഹനഫി മദ്ഹബിലെ ചില ഇമാമിങ്ങൾ പറയുന്നു അത് സ്ഥിരപ്പെട്ടിട്ടില്ല, അത് തെളിവിന് പറ്റൂല. അപ്പോ അതിനെന്ത് പറയാം? ആ തെളിവിന്റെ ഇനമാണ്
ലന്നിയു സുബൂത്താണ്, സ്ഥിരപ്പെടുന്ന വിഷയത്തിൽ തർക്കമുണ്ട്. പക്ഷേ സ്ഥിരപ്പെട്ടാൽ അതിന്റെ ആശയം ആശയത്തിൽ തർക്കിക്കാൻ പറ്റൂല. ഇപ്പൊ ഞാനിപ്പോ 3 പറഞ്ഞു. വേറൊന്നാണ് ലന്നിയു സുബൂത്താണ്, ലന്നിയു ദലാലത്വമാണ്. സ്ഥിരപ്പെടുന്ന വിഷയത്തിലും ചില ഹദീസിനെ പറ്റി ചർച്ചയുണ്ടാവും. ഇനി അത് സ്ഥിരപ്പെടുത്തുന്നവർ തന്നെ അതിന്റെ അർത്ഥം എന്താണ്, അത് എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൽ ചർച്ചയുണ്ടാകും. അത് പക്കാ ഇജ്തിഹാദിയായ വിഷയം എന്ന് പറയും, പൂർണ്ണമായും ഗവേഷണത്തിന് പഴുതുള്ളതാണ്. അതിൽ 2 ഇമാമിങ്ങൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ രണ്ടാളെയും ഏത് വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം പറയാം. സ്ഥിരപ്പെടുന്ന വിഷയത്തിൽ ഒരാൾക്ക് ചർച്ച ചെയ്യാം, അതുപോലെ അതിന്റെ ആശയത്തിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യാം. 5-മത്തത് വ്യക്തമായി ഒരു നിയമവും വന്നിട്ടില്ല, ആ വിഷയത്തെപ്പറ്റി ഒരു പരാമർശവും വന്നിട്ടില്ല. അപ്പോഴത് ഖിയാസിന്റെ ബാബിലേക്ക് മടങ്ങും. അപ്പോൾ ഖിയാസാക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞ 5-ൽ 1-മത്തെ ഇനം ഒഴിച്ച് ബാക്കി 4ഉം ഇജ്തിഹാദിയായ വിഷയങ്ങളാണെന്നാണ് ഇമാമിങ്ങൾ പറയുക. ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ ചർച്ചയുണ്ടാവൽ ഒരു ഹത്മാണ്, അതിന് അനിവാര്യമാണ്. അത് ദീനിന്റെ വിശാലതയാണ് എന്ന് മാത്രമല്ല ഇൽമു സജീവമാക്കാൻ അള്ളാഹു ചെയ്ത ഹിക്മത്താണെന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നല്ല ഒരു വിശദീകരണം. കാരണം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മളെ പോലെയുള്ള ചെറിയ അറിവുള്ളവർക്കൊക്കെ വളരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വിശദീകരണം നൽകി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹദീസുകളുടെ ഓരോരോ കാര്യങ്ങൾ, സഹാബത്തിന്റെ ഓരോ പ്രവൃത്തികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ കാര്യത്തിൽ അഭിപ്രായങ്ങൾ വരാനുള്ള കാരണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊക്കെ സാധിച്ചു. ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. എനിക്കും പിന്നെ ഇപ്പം ഇവിടെ ബാങ്ക് കൊടുത്ത് സംസ്കാരത്തിന് പോകണം, ഒന്ന് മാർക്കറ്റിലും പോകണം. ഇവിടെ 8:30 മണിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് അടുത്ത ക്ലാസ്സിൽ മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം ഇങ്ങനെ ഒരാളിപ്പോൾ എനിക്കിപ്പോൾ സംശയം ഉണ്ടാവുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇവിടെ കേൾക്കുന്ന എല്ലാവർക്കും, റേഡിയോയിൽ കേൾക്കുന്ന എല്ലാവർക്കും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. കാരണം ഇതെല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. കാരണം ഒരു ഉത്തമ നൂറ്റാണ്ടിലെ, ഇന്നത്തെ നൂറ്റാണ്ട് പോലെയൊന്നുമല്ലല്ലോ, ഉത്തമ നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർക്കിടയിൽ, ഇമാമുകൾക്കിടയിൽ എന്തുകൊണ്ടിങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നു, അതിലങ്ങനെ ഒരു അഭിപ്രായം വരാനുള്ള കാരണം എന്ത്, ഒരേ ഹദീസിൽ 2 അഭിപ്രായം 3 അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം എന്ത്, എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. മാഷാ അല്ലാഹ് പിന്നെ മാഷ് അതിനെ വിശദീകരിച്ച് തന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ലീവ് ചെയ്യുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് പ്രശ്നമല്ല. എനിക്കും പോകാനുണ്ട്, ഞാനും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും എല്ലാവർക്കും അത് ഒരു ഉപകാരപ്പെടുന്ന വിധത്തിൽ നമുക്കൊക്കെ അത് മനസ്സിലാക്കാനും ഒക്കെ ഇൻഷാ അല്ലാഹ് സാധിപ്പിച്ചു തരട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതെല്ലാം തന്നെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദീനിന്റെ